രാത്രികാലവും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കപ്പെടാം. കർത്താവ് നമ്മോട് ഈ പകൽക്കാലം ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. മാത്രമല്ല, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവം നമ്മോട് വ്യക്തമായി സ്പഷ്ടമായി തൻ്റെ ഭക്തന്മാരിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഈ രാത്രികാലവും ദൈവത്തിന് നമുക്ക് വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും വിശ്വാസത്തോടുമായിരിക്കാം. കർത്താവെ, എന്നോട് അരുളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോട് നാം ആയിരിക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മോട് സംസാരിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രികാലവും നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കപ്പെടാം. തുടർന്നുള്ള സമയം ശുശ്രൂഷകൾക്കായിട്ട് അവസരമൊരുക്കുന്നു. കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ബിനു തമ്പിയെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിലും ശക്തിയോടെ മഹത്വപ്പെടട്ടെ. ഈ സഭയിലെ ശുശ്രൂഷനായ ബഹുമാന്യമുള്ള ദൈവവൃത്യൻ, ഇതിൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർക്കും അതുപോലെ അസോസിയേറ്റ് എന്ന പാസ്റ്റർ, എന്നെ യോഗത്തിലേക്ക് ക്ഷണിക്കുവാൻ കാരണമായ പാസ്റ്റർ TM കോശി അവറുകൾ, എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. എത്ര സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് മുഖപരിചയമുള്ള സ്നേഹിതൻ എൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട 2-3 പേര് മീറ്റിങ്ങിനകത്തുണ്ട്. ദൈവത്തിൻ്റെ എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കുന്നു. പകൽ ശുശ്രൂഷിച്ച ആ ഭാഗത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ദൈവസ്നേഹം നമുക്ക് എങ്ങനെ തിരിച്ച് പ്രാപിക്കാം, എങ്ങനെ കർത്താവിലേക്ക് മടങ്ങി വരാം, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തൊക്കെ നടക്കും, ദൈവസ്നേഹത്തിൻ്റെ അപ്പുറം വെളിപ്പെടുത്തൽ എന്താണ്, സ്തോത്രം, ഇതൊക്കെ നാം പകൽ അല്പമായി ചിന്തിച്ചു. തുടർന്ന് വന്ന് നാം ചിന്തിക്കും. സ്തോത്രം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഹല്ലേലൂയ. ചില ചുരുക്കം മിനിറ്റുകളിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച്. ദൈവ സാന്നിധ്യം ചലിച്ചെങ്കിൽ മാത്രമേ അക്ഷരം ആത്മാവായി വെളിപ്പെടത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ചലിച്ചെങ്കിൽ മാത്രമേ അക്ഷരം ആത്മാവാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൻ്റെ ആത്മാവ് ഈ രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. ശക്തിയായ ആരാധന വെളിപ്പെട്ടല്ലോ. നമ്മുടെ ജീവിതത്തെ സുഗന്ധമാക്കുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ, പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ, പഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ച നാഥ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നൂർ. ഓ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ച നാഥ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ
ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ, ഓ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി, ഓ നന്ദിയോടെ ഞാൻ. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടയട്ടെ ഒരു നിമിഷം. പിതാവേ, ഈ സന്ധ്യായാമത്തിലും അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെട്ടു വരുവാൻ, ഞങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, കർത്താവിൻ്റെ ഹിതം ഞങ്ങളിലൂടെ ഭൂമിയിൽ നിവർത്തീകരിക്കപ്പെടുവാൻ ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിനെ തിരുവെഴുത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ, അങ്ങ് തന്നെ സംസാരിക്കണമേ, യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ബലപ്പെടുത്തണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ. കരപൊന്ന് ചേർത്തടിച്ച് നന്ദി പറഞ്ഞ ദൈവത്തിന് ശക്തിയോടൊന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു. ഓക്കെ, സ്തോത്രം. രാവിലെ ചിന്തിച്ചത് വെളിപ്പാട് 2:4-5 ദൈവത്തിൻ്റെ സ്തോത്രം. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം ദൈവത്തിന് പറയാനുണ്ട്. രാവിലെ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ടി അതിൻ്റെ ദുഃഖത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരു വ്യക്തിയായിരുന്നു, ഡാൻസറായിരുന്നു. പക്ഷേ കർത്താവ് എനിക്ക് എൻ്റെ അമ്മയെ മടക്കി തന്നു. മാത്രമല്ല എൻ്റെ പിതാവ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവമകനായി അനുഗ്രഹിക്കപ്പെട്ട പിതാവാക്കി കർത്താവ് മാറ്റി. ഹല്ലേലൂയ. ഞാനത് പകൽ പറഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ ആവർത്തിച്ചത്. കർത്താവ് സർവശക്തൻ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്താണ് ഈ വാക്യം ഇവിടെ എടുത്തതെന്ന് ചോദിച്ചാൽ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടാലും ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഇല്ലെങ്കിലും നമുക്ക് സഭയ്ക്കകത്തിരിക്കാം, ആരാധിക്കാം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവ്, ആ ഫലം നമ്മളില്ലാതെ നാം മുമ്പോട്ട് ജീവിച്ചാൽ നമുക്ക് നിത്യത പോലും നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. രാവിലെ വായിച്ച വേദഭാഗത്തിൽ ആ മത്തായി 7:15 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല എന്ന് പറഞ്ഞിട്ട് പറയും, നിങ്ങളുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിങ്ങളുടെ നാമത്തിൽ പ്രവചിച്ചു, നിങ്ങളുടെ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു, ഞാനോ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇത് കർത്താവ് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ അവരിത് ചെയ്തപ്പോൾ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ ക്രിസ്തുവിലാണ് ഇതെല്ലാം ചെയ്തതെന്ന്. മരിച്ചു മേളിൽ ചെന്നപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ നാമത്തിലാണ് ചെയ്തതെന്ന്. പക്ഷേ ആത്മഫലം ഇല്ലാതെയാണ് ഇവരിത് ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. എന്താ അതിൻ്റെ തെളിവ്? വായിച്ച മത്തായി 7 അതിൻ്റെ 15 വാക്യം ഓടിച്ചെന്ന് വായിച്ച മത്തായി 7:15. ഇടച്ചു കീറാനുള്ള ദേഷ്യം, കോപം, ഇത് ഇരിക്കവെയാണ് പ്രവചനങ്ങളൊക്കെ നടക്കുന്നത്. അകത്ത് ദൈവസ്നേഹത്തിൻ്റെ ഫലമില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം അകത്തില്ലാതെ, കടിച്ചു കീറുന്ന വൈരാഗ്യം അകത്ത് വെച്ചുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനിൽ ഫലം ഉളവായി വരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരും. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുന്നില്ലെങ്കിൽ നിന്റെ അകത്ത് ശരിക്കും ദൈവാത്മാവ് അകത്ത് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്തോത്രം. ക്രിസ്തുവിൻ്റെ ആത്മാവ് അകത്ത് വന്നാൽ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ടച്ച് ചെയ്യുമ്പം നമ്മൾ ഭയങ്കര അന്യഭാഷയായിരിക്കും പ്രാപിച്ചവർ. കർത്താവിൻ്റെ ശക്തി നമ്മളെ വന്ന് തൊടുമ്പോൾ ഇത് കറണ്ടാണ്, നമ്മളാണ് അടിക്കും ഇങ്ങനെ ഇടന്നു. ഇപ്പോഴത്തെ സ്വഭാവത്തിനൊരു മാറ്റവും കാണത്തില്ല. കാരണം മർക്കോസ് 5:25 പറയുന്നുണ്ട്, രക്തസ്രാവക്കാരിയെ യേശുവിൻ്റെ ശക്തി ടച്ച് ചെയ്തു. അത് യേശു തന്നെ പറയുന്നു, തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് യേശു അറിഞ്ഞു. നമ്മിൽ നിന്ന് പുറപ്പെട്ടല്ല, സർവശക്തനായ കർത്താവിൽ നിന്ന് തന്നെ ശക്തി പുറപ്പെട്ടു. ഈ ശക്തിയാണ് അവളെ ടച്ച് ചെയ്തത്, അവളെ സൗഖ്യമാക്കി. പക്ഷെ അവൾക്ക് പാപബോധം ഇല്ലായിരുന്നു. പക്ഷെ കർത്താവുമായിട്ട് ഡയറക്റ്റ് ബന്ധം വന്ന പത്രോസ് പാപബോധത്തോടു കൂടി തിരിച്ചിറങ്ങി ദൈവത്തിലേക്ക്. ദൈവാത്മാവിനെ കണ്ടു പ്രാപിച്ച യേശയ്യാവും ഞാൻ അശുദ്ധിയുള്ള അതരമുള്ള മനുഷ്യനെന്ന് പറഞ്ഞു.
ഈ കർത്താവിൻ്റെ ശക്തി വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മളെ പവറിൽ അന്യഭാഷയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സ്വഭാവത്തിനൊരു മാറ്റം വരുന്നില്ലെങ്കിൽ ഓർത്തോണം, അകത്ത് ആത്മാവ് കയറിയിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മോൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, ഓടിവാ. ഇത് തന്നെ ഓടിവാ. സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇലക്ട്രിസിറ്റിയുടെ 11 kV ലൈൻ, ഞാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്. ഇലക്ട്രിസിറ്റിയുടെ 11 kV ലൈൻ കമ്പി 110, ഈ 11 kV ലൈൻ്റെ കമ്പി പൊട്ടി ഡയറക്റ്റ് വന്ന് ഈ കൊച്ചിൻ്റെ കഴുത്തേൽ അങ്ങ് വൈൻഡപ്പ് ചെയ്ത് നേരെ കാലിലേക്ക് അങ്ങ് ഇറങ്ങി. ഈ കമ്പി ഡയറക്റ്റ് കറണ്ടാണ്, ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയുടെ നേരിട്ടുള്ള ഒരു കമ്പി ഈ കൊച്ചിൻ്റെ ദേഹത്തൂടെ വന്ന് അങ്ങ് വൈൻഡ് ചെയ്ത് ഇവനെ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുമ്പോൾ ഈ വിജിന് എന്തോ പറ്റും? ഒന്നും പറ്റത്തില്ലേ? എന്തോ പറ്റും പ്രിയരെ? വിജിൻ പറഞ്ഞ് ഷോക്ക് അടിക്കുമെന്ന്. ഈ കറണ്ട് അല്ലെന്ന് ഓർത്തോണം. 110 നേരിട്ട് ഇവന്റെ മേത്ത് വന്ന് കിടക്കുക. കരിഞ്ഞു പോകും കൊച്ച്. സ്തോത്രം. നേരിട്ടുള്ള ബന്ധമായി ഇവന്റെ വിളിക്ക് മാറ്റം വരും, ഇവന്റെ ശൈലിക്ക് മാറ്റം വരും, ഇവന്റെ ഭാവത്തിന് മാറ്റം വരും. ഡയറക്റ്റാ ബന്ധം. പക്ഷെ ഞാനിവിടെ നിൽപ്പുണ്ട്, ഇവിടെ മൊത്തം വെള്ളം കിടക്കുകയാണ്. ഇവന്റെ മേത്തൂടെ ഇറങ്ങിയ കറണ്ട് വെള്ളത്തിൽ കൂടെ കയറി എൻ്റെ മേലങ്ങ് കയറി. എനിക്കെന്തോ പറ്റും? എനിക്ക് ഷോക്ക് അടിക്കും, പക്ഷെ എനിക്കൊരു മാറ്റവും വരത്തില്ല. എനിക്ക് ഇൻഡയറക്റ്റാ. ഇവന് നേരിട്ടാ ബന്ധം. എൻ്റെ മേത്തേക്ക് കറണ്ട് അടിക്കുമ്പോൾ എനിക്ക് ഇത് മാത്രമേ കാണത്തുള്ളൂ. ഈ വിറയിൽ മാത്രം കാണും. സ്തോത്രം. അന്യഭാഷ മാത്രം കാണും. ഈ വിറച്ചോണ്ട് ഈ ഹമ്മ റീബ ഹസ്ത സ്വഭാവത്തിനൊരു മാറ്റവും കാണത്തില്ല. എൻ്റെ ഭാവത്തിനൊരു മാറ്റവും കാണത്തില്ല. എനിക്ക് ഇൻഡയറക്റ്റാ. പക്ഷെ ഇവന് ഡയറക്റ്റാ. ക്രിസ്തു നേരിട്ട് ഇവൻ്റെ അകത്ത്, ആത്മാവിൻ്റെ അകത്ത് നേരിട്ട് വെളിപ്പെട്ടാൽ ഇവന് പാപബോധം ഉണ്ടാവും, ഇവന്റെ സ്വഭാവത്തിന് മാറ്റവും വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഒരു ശക്തി മാത്രം എന്നെ ടച്ച്. അതാണ് മോനെ ഇരുന്ന്. താങ്ക്സ്. ഞങ്ങൾ ഈ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുമ്പോൾ ഞാൻ യങ്സ്റ്റേഴ്സിനാണ് ഞങ്ങൾ കൂടുതലും പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ ഊഷാൻ താടിയൊക്കെ വെച്ച് സ്തോത്രം ഇപ്പോഴത്തെ മാന്യമായിട്ട് വെക്കുന്നത് അല്ലാതെ കൊണ്ട് ചിലർ ഇങ്ങനെ ആടിന് താടി പോലെ ഇരിക്കും. ഈ കോഴിക്കോടുള്ള ആജിയാരുടെ ആട് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവരൊക്കെ വർഷിപ്പ് ലീഡേഴ്സ് ആയിരിക്കും. ഞങ്ങൾ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ അവർ ചോദിക്കും, ബ്രദറെ ഞങ്ങൾ ഈ ഊഷാൻ താടിയൊക്കെ വെച്ച് പ്രസംഗിക്കുമ്പം ഞങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ലെന്ന പാസ്റ്റർ പറഞ്ഞു. ശരിക്കും ഞങ്ങൾ പോകത്തില്ലേ? ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്റർ പോകത്തില്ലെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കണ്ടിക്കാൻ ഒക്കത്തില്ല. ഇപ്പോഴത്തെ ലോ വേസ്റ്റ് ബാൻഡൊക്കെ ഇട്ട് ഈ ലോകത്തിൻ്റെ കോലത്തിൽ നമ്മൾ നടക്കുമ്പം അവരുടെ ചിന്ത കർത്താവ് അവരുടെ അകത്തുണ്ടെന്നാണ്. ഞങ്ങളുടെ അകത്ത് കർത്താവ് ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ അതിന് എന്താ തെളിവെന്താ? അവർ പറയുന്നത് ഞങ്ങൾ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ഭയങ്കര ശക്തിയാണ്. സ്തോത്രം. ഞങ്ങൾ ആരാധിക്കുമ്പം ഭയങ്കര പവറാണ്, ഞങ്ങളങ്ങ് തെറിക്കുകയെന്നാണ് പറയുന്നത്. എൻ്റെ കർത്താവ് വസ്ത്രം കുറപ്പിക്കുന്ന ദൈവമല്ല, വസ്ത്രം ഉടുപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. കർത്താവിൻ്റെ പ്രിയരെ, ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൈബ്രേഷനൊക്കെ ഉണ്ടാകും. കീബോർഡിൻ്റെ താളം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഒത്തും. ഞാൻ പറയും, എത്ര അന്യഭാഷ പറയുന്നവർ വീട്ടിൽ ചെന്ന് കീരി പോലെ കടിച്ചു കയറുന്നവരുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഡയറക്റ്റ് എൻ്റെ അകത്ത് വന്നാൽ ഞാൻ അവന് കീഴ്പ്പെടും. സ്തോത്രം. ഞാൻ അവന് കീഴ്പ്പെടും. കർത്താവായിരിക്കും എൻ്റെ മേളിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ഉള്ളിലില്ല. യേശുവിൻ്റെ രക്തത്താൽ ജയം. ദൈവാത്മാവ് പാപബോധം ജനിപ്പിക്കുന്ന ആത്മാവാ. വസ്ത്രം കുറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്ന ആത്മാവാ. സ്തോത്രം. അതാ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. ദൈവം പറയാത്ത കാര്യം തിന്ന് ഒരു പാപം ചെയ്ത് അവർ നഗ്നരെന്നറിഞ്ഞു. അവർ അത്തിയില കൂട്ടി തുന്നി ഒരരയാട ഉണ്ടാക്കി, പകുതി വസ്ത്രം. അതാണ് ഇന്നത്തെ ലോ വേസ്റ്റ്. അത്തിയില കൂട്ടി തുന്നി അരയാട, അപ്രോൺസ്, ഉപരിവസ്ത്രം,
പകുതി നഗ്നത വെളിപ്പെടുത്തുന്ന, പകുതി നഗ്നത മറയപ്പെട്ട, അതാണ് ഇന്നത്തെ ലോ വേസ്റ്റ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ അരയാട ഉടുത്തോണ്ട് അരയാട ഇട്ടുകൊണ്ട് തന്നെ ഇവർ ദൈവം മുമ്പാകെ നിന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇത് ഇട്ടുകൊണ്ടും എവിടെ നിൽക്കാം? ദൈവം മുമ്പാകെ നിൽക്കാം. ഇത് ഇട്ടുകൊണ്ട് ദൈവത്തോട് സംസാരിക്കാനും പറ്റും. പിന്നെ എന്താ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ദൈവകാര്യത്തിനും മുമ്പിൽ വരാൻ പറ്റത്തില്ല. വൃക്ഷങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒളിച്ചെന്നാണ് പറയുന്നത്. കർത്താവ് ഇറങ്ങി വന്ന സമയത്ത് എന്നും മുമ്പിൽ കാണുന്നവരെ കാണാനില്ല. കർത്താവ് വിളിച്ചു. 3:9 ഉൽപ്പത്തി കർത്താവ് വിളിച്ചു, മനുഷ്യ നീ എവിടെ? അവരൊളിച്ച് കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്നു. നീ ഇട്ടിരിക്കുന്ന ഈ അരയാട എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് മതി എന്ന് കർത്താവ് പറഞ്ഞില്ല. 3:21 സ്വർഗത്തിലെ ദൈവം അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു മൃഗത്തെ കൊന്ന് തോലുകൊണ്ട് വസ്ത്രം അങ്ങ് ഉടുപ്പിച്ചു. സ്തോത്രം. നീ ഇട്ടിരിക്കുന്ന പകുതി വസ്ത്രം, നഗ്നത വെളിപ്പെടുത്തുന്ന വസ്ത്രം ദൈവത്തിന് ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലേണ്ട ഗതികേട് എൻ്റെ ദൈവത്തിന് വരത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ മൃഗത്തെ കൊന്ന് ഗാർമെന്റ്സ് ഉണ്ടാക്കി കൊടുത്തു. സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ അപ്പനും അമ്മയ്ക്കും ജനിച്ചതാ കയ്യനും ഹാബേലും. മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനത്തിൻ്റെ ക്രമത്തിൽ നിന്നില്ലെങ്കിൽ തലമുറകളും തെറ്റിപ്പോകാനിടയാകും. കാരണം ഉൽപ്പത്തി 3:9 ദൈവം വിളിക്കുന്നു, ആദാമേ നീ എവിടെ? ഇതേ വിളി ഉൽപ്പത്തി 4:9 കൈനോട് ചോദിക്കുന്നൊരു സഹോദരൻ എവിടെ? സ്തോത്രം. ഉൽപ്പത്തി 3:9 അപ്പൻ എവിടെയെന്ന് ചോദിക്കുന്ന അതേ കർത്താവ് ഉൽപ്പത്തി 4:9 തലമുറയോട് ചോദിക്കുക, നീ എവിടെ? അപ്പൻ ദൈവസന്നിധിയിൽ അകന്ന വ്യക്തിയാണോ, മോനും ഒളിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി നമ്മുടെ അകത്ത് വെളിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഫലങ്ങൾ പുറത്തു വരത്തില്ല. കൃപാവരങ്ങൾ ജ്വലിച്ചെന്നിരിക്കും, ശക്തി വ്യാപരിച്ചെന്നിരിക്കും. പക്ഷെ ദൈവത്തിന് നിന്നെ എടുക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് വസിച്ചെങ്കിൽ മാത്രമാണ് എനിക്ക് ആത്മഫലം പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം പറഞ്ഞേ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. അതാ വെളിപ്പാടി പറഞ്ഞ നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞ്, ദൈവത്തോടുള്ള സ്നേഹം വിട്ട് കളഞ്ഞിട്ട് 7 കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പകൽ ചിന്തിച്ചത്. ഒന്ന് വായിച്ച് വെളിപ്പാട് 2 തൊട്ട്, വെളിപ്പാട് 2 തൊട്ട് വായിച്ച്. യേശുവിൻ്റെ നാമത്തിൽ ജയം. നിനക്ക് പ്രവൃത്തിയുണ്ട്, നിനക്ക് പ്രയത്നമുണ്ട്, കൊള്ളരുതാത്തവരെ സഹിച്ചുവിടാത്ത നല്ല മനസ്സാക്ഷിയുണ്ട്, അപ്പോസ്തലന്മാരല്ലാതിരിക്കവേ അവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കാണുന്ന വിവേചനം നിനക്കുണ്ട്, സഹിഷ്ണുതയുണ്ട്, എൻ്റെ നാമം നിമിത്തം തളർന്നു പോകാത്ത ഒരു ശക്തിയും നിനക്കുണ്ട്. ഇത്രയും ഉള്ളവനോട് കർത്താവ് പറയുകയാണ്, ഇത്ര 7 കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, നീ മാനസാന്തരപ്പെടണം. സ്തോത്രം. നിനക്ക് ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞിട്ടാണ് നീ 7 കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും അകത്ത് നല്ല സ്നേഹബന്ധം ഇല്ലാതെ തന്നെ അവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഭർത്താവിന് ആഹാരം വെച്ച് കൊടുക്കുന്നുണ്ട്, ഭർത്താവ് തന്നെ ജോലി ചെയ്ത് നന്മയും കൊടുക്കുന്നുണ്ട്, പക്ഷെ അകത്ത് ശരിയായ ബന്ധമില്ല. ഇതുപോലെ ആദ്യ സ്നേഹമില്ലാതെ തന്നെ ദൈവത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഒരിക്കൽ 10-22 വയസ്സുള്ള ചെറുപ്പക്കാരനോട് ഒരാൾ ചോദിച്ചു, നീ എവിടെയായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ മിലിറ്ററിയിലായിരുന്നു. നീ എന്തിനാ മിലിറ്ററി പോകുന്നേ? അവൻ പറഞ്ഞത്, എനിക്ക് ഭാരതത്തിന് വേണ്ടി രക്തം കൊടുക്കണം. സ്തോത്രം പറഞ്ഞേ. എനിക്ക് ഭാരതത്തിന് വേണ്ടിയിട്ട് രക്തം കൊടുക്കണം. കാരണം ഭാരതത്തോടത്ര തികഞ്ഞ സ്നേഹമായി ചെറുപ്പക്കാരന്. ഭാരതത്തിന് വേണ്ടി രക്തം കൊടുക്കാൻ ഞാൻ തയ്യാറാവും. മിലിറ്ററി പോയി. ഒരു 3 വർഷം കഴിഞ്ഞ്, ഒരു 1.5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു, 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആൾക്കാർ ചോദിച്ചു, നീ തിരിച്ചു പോകുന്നില്ലേ? അപ്പം ഞാൻ പോകുന്നുണ്ട്. എന്നാ പോകുന്നത്? ഞാൻ ഈ ആഴ്ച തന്നെ പോകും. ഒരാഴ്ചയും കൂടെ നിന്നിട്ട് പോകും. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് നിന്നിട്ട് പോകാനൊക്കെ എനിക്ക് വേഗത്തിൽ പോകണം. അതെന്താ കാര്യം? എൻ്റെ കല്യാണം കഴിഞ്ഞു. മിലിറ്ററി പോയി, പിന്നെയും പോയി, 2-3 വർഷം കഴിഞ്ഞ് പിന്നെയും വന്നു. എപ്പോഴാണ് തിരിച്ചു പോകുന്നത്?
ഞാൻ ഉടനെ തിരിച്ചു പോകും. എന്താ ഇത്ര വേഗത്തിൽ പോകുന്നത്? എനിക്ക് കുഞ്ഞുങ്ങൾ 3. അപ്പൊ ആദ്യം എന്തിനാ പട്ടാളത്തിൽ പോയ? ഭാരതത്തിന് വേണ്ടി രക്തം കൊടുക്കാൻ. പിന്നെ എന്തിനാ പട്ടാളത്തിൽ പോയ? ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്തിനാ പട്ടാളത്തിൽ പോകുന്ന? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഭാരതത്തോടുള്ള തികഞ്ഞ സ്നേഹം നഷ്ടപ്പെട്ടാലും അവന് മിലിറ്ററിയിൽ ജോലി ചെയ്യാം. ഭാരതത്തിന് വേണ്ടി രക്തം കൊടുക്കാനുള്ള തീരുമാനം ഇപ്പോഴില്ലെങ്കിലും അവൻ ആ മിലിറ്ററിയുടെ യൂണിഫോം ഉണ്ട്. യേശുവിന്റെ രക്തം ചെയ്യാം. പക്ഷെ ആളിപ്പോ മിലിറ്ററി തന്നെ ഉണ്ട്. ഇത് തന്നെ കർത്താവ് എഫെസോസ് സഭയോട് പറയുന്നത്, ഞാനും നീയും തമ്മിൽ ആദ്യ സ്നേഹം നിനക്ക് ഇപ്പൊ ഇല്ലെങ്കിലും നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ഇതിൽ കർത്താവിന് പ്രസാദമില്ല പ്രിയരെ. ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് നീ മടങ്ങി വന്ന് നിൽക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യവും അല്ല. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം എന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? താങ്ക് യു ജീസസ്. പ്രിയരെ, കർത്താവിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമുള്ള കാര്യമല്ല. കർത്താവിലേക്ക് മടങ്ങി വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത 4 കാര്യങ്ങൾ നമ്മൾ ത്യജിച്ചിട്ട് വേണം കർത്താവിലേക്ക് മടങ്ങി വരാൻ. അതാ കർത്താവ്, നീ ഏതിൽ നിന്ന് വീണെന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇപ്പോൾ ഞാൻ രാവിലെ ഇവിടെ ദൈവത്തിനോട് സംസാരിച്ചു. ഈ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനൊരു സമർപ്പണം ഇവിടെ ഇപ്പോൾ ഉണ്ടാവും. ഈ മെസ്സേജ് എന്നോടായിരുന്നു, ഞാൻ കർത്താവിലേക്ക് മടങ്ങി വരുന്നു. പ്രിയരെ, അങ്ങൊന്നും മടങ്ങി വരാൻ പറ്റത്തില്ല. കർത്താവിന്റെ വാക്യം ശ്രദ്ധിച്ചോ. ഒന്ന്, നീ മാനസാന്തരപ്പെടണം. നീ ഏതിൽ നിന്ന് വീണെന്നോർക്കണം, എന്നിട്ട് മാനസാന്തരപ്പെടണം, എന്നിട്ടാണ് ആദ്യ പ്രവൃത്തി ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നീ മാനസാന്തരപ്പെടണം, നീ ഏതിൽ നിന്ന് വീണെന്ന് ഓർക്കണം. അപ്പം ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകലാനുള്ള ഒരു കാര്യം ഒരു വീഴ്ചയാണ്. സ്തോത്രം. ഏതിൽ നിന്നോ ഒരു വീഴ്ച നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നീ വീണത് എങ്ങോട്ടാന്നുള്ളതാ വിഷയം. യേശുവിന്റെ രക്തത്താൽ ജയം. നീ ദൈവസ്നേഹത്തിൽ നിന്ന് നീ എവിടേക്കാ വീണെന്നുള്ള ഇവിടുത്തെ വിഷയം. നീ കർത്താവ് പറയുന്നു, നീ 7 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും അറിയാത്തൊരു വീഴ്ച നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ നീ വീണത് എങ്ങോട്ടാന്നാ കർത്താവ് ചോദിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചില കുറവുകളൊക്കെ പറ്റിയിട്ടുണ്ട്, ഞാൻ ഏറ്റു പറയുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. നീ ഏതിൽ നിന്ന് വീണെന്ന് ഓർക്കണം. ഒരു പഴയ വീഴ്ചയാ. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യത്തെ വീഴ്ച കർത്താവുമായുള്ള ബന്ധം എന്നാ നഷ്ടപ്പെടുന്ന അവിടത്തുള്ള കാര്യം നീ ഓർത്തിട്ട് വേണം തിരിയാൻ. ചുമ്മാ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാൻ 12:40 കർത്താവ് പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വാക്യം പറയുമ്പോൾ തന്നെ കർത്താവ് 39ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കല്ല് നീക്കുവിൻ. മാർത്തയും മറിയം കല്ല് നീക്കിയോ? കല്ല് നീക്കിയില്ല എന്ന്. എന്നാൽ ലാസർ അങ്ങനെ ഇരിപ്പുണ്ട്. സ്തോത്രം. കർത്താവ് മാർത്തയോടും മറിയോടും പറഞ്ഞു, കല്ല് നീക്കുവിൻ. കല്ല് നീക്കിയോ? കല്ല് നീക്കി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ കല്ല് നീക്കിയിട്ട് ലാസർ ബെഥാനിയയിലേക്ക് പോയോ? ലാസർ ബെഥാനിയയിലേക്ക് പോയോ? പോയില്ല. എന്താ കാര്യം? ഉറക്കെ പറഞ്ഞോ. മരിച്ചിരിക്കുന്ന ഉണ്ടല്ല. നിങ്ങൾ വാക്യം ശ്രദ്ധിച്ചോണം. ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയ കർത്താവാണ്. രാജാതി രാജാവായ കർത്താവാണ് ലാസറെ പുറത്തു വാ എന്നുറക്കെ വിളിച്ചത്. ജീസസ് ലാസറിനെ പുറത്തേക്ക് വിളിച്ചത് അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവമാണ് വിളിച്ചത്. എന്നിട്ട് പോലും ലാസർ വീട്ടിലേക്ക് പോയില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. വിളിച്ചത് കർത്താവാ. ആകാശവും ഭൂമി സമുദ്രവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ കർത്താവാണ്. ലാസറെ നീ പുറത്തു വാ.
വിളിച്ചത് കർത്താവാ. എന്നിട്ടും ലാസർ ബഥാനിയിലേക്ക് പോയില്ല. കാരണം എന്താണെന്നറിയാമോ? കയ്യിലും കാലിലും ഒരു കെട്ടും കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ കെട്ട് എവിടുത്തെ കെട്ടാന്നറിയാമോ? ഇത് വീട്ടിലെ കെട്ടാ. ഇത് അന്നത്തെ കെട്ടാ, പഴയ കെട്ട്. കല്ല് ഇപ്പോഴത്തെ കുഴപ്പമാണ്. കല്ല് നീക്കിയാൽ ഈ കല്ലറയുടെ മുമ്പിൽ വരെ വന്ന് നിൽക്കും, പക്ഷെ മടങ്ങി വരെ ഉണ്ടാകത്തില്ല. സ്തോത്രം. നീ ഏതിൽ നിന്ന് വീണെന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ ആദ്യത്തെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ അന്നത്തെ വീഴ്ച നിനക്ക് ഓർക്കണം. ഇതാണ് 21 40 ഉപവാസം കഴിയുമ്പോൾ എഴുന്നേറ്റ് പറയത്തില്ല, ഇന്നത്തെ മെസ്സേജ് എന്നോടായിരുന്നു, ഞാൻ കർത്താവിനോട് അടുക്കാൻ തടസ്സമായ കല്ലങ്ങ് മാറ്റുന്നു. കുഴപ്പമില്ല, കല്ലറയുടെ മുമ്പിൽ വന്ന് നിൽക്കും. എല്ലാ 21 41 കല്ലറയുടെ മുമ്പിൽ വരെ വന്ന് നിൽക്കും. തിരിച്ച് ആദ്യ അനുഭവത്തിൽ വരത്തില്ല. സ്തോത്രം. ആദ്യത്തെ അനുഭവത്തിൽ വരണമെങ്കിൽ വീട്ടിൽ വെച്ചുണ്ടായൊരു കെട്ടുണ്ട്, അത് വീട്ടിൽ വെച്ച് കെട്ടിയ കെട്ട, അതിവിടെ അഴിക്കണം. സ്തോത്രം. ഈ കെട്ടും കൂടെ അഴിച്ചെങ്കിലേ നിനക്ക് അന്നത്തെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് കണ്ടോണ്ടാ കർത്താവ് പറഞ്ഞു, ഏതിൽ നിന്ന് വീണെന്നോർത്ത് നീ എവിടേക്കാ വീണത്? ദൈവസ്നേഹത്തിൽ നിന്ന് എവിടേക്കാ വീണത്? പ്രിയരെ, ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ആരെ, കർത്താവ് യേശു ക്രിസ്തുവിനെക്കാളും നിങ്ങൾ ആരെ സ്നേഹിച്ചാലും നിങ്ങൾ ദൈവസ്നേഹത്തിന് അകന്ന വ്യക്തികളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമി മുഴുവനും ശപിക്കപ്പെടാനുള്ള കാര്യം എന്തായിരുന്നു? ഈ ഭൂമി മുഴുവൻ ശപിക്കപ്പെടാൻ അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? എന്താ ചെയ്തിട്ട്? അല്ല, അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? അനുസരണക്കേട്. എന്താ അവർ ചെയ്തത്? പഴം പറിച്ചു തിന്നു. തിന്നരുതെന്ന് ദൈവം പറഞ്ഞത് തിന്നു. എന്നാൽ അതല്ല തെറ്റ്. പഴം പറിച്ചു തിന്ന തെറ്റാ, പക്ഷെ കർത്താവായ യഹോവ പറഞ്ഞ തെറ്റ് അതല്ല. ദൈവം പറഞ്ഞ ആദ്യത്തെ തെറ്റ്, നീ ദൈവസ്നേഹത്തെക്കാളും വേറൊരു സ്നേഹത്തിൽ വീണു. അതാ കർത്താവ് ആദ്യം പറഞ്ഞ തെറ്റ്. ഒന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. ഉൽപ്പത്തി 3:17 വേഗത്തിൽ വായിച്ചോ. യെസ്. മനുഷ്യനോട് കൽപ്പിച്ചതോ? അപ്പൊ ഒന്നാമത്തെ ദൈവം പറഞ്ഞ കുറവേതാ? പഴം പറിച്ച് തിന്നതാണോ? തിന്നരുതെന്ന് പറഞ്ഞത് തിന്നതാണോ ദൈവം പറഞ്ഞ കുറ്റം? നീ നിന്റെ യഹോവയായ ദൈവം പറഞ്ഞ ഒന്നാമത്തെ കുറ്റം, നീ നിന്റെ ഭാര്യയുടെ വാക്ക് വായിച്ചേ. അപ്പൊ ഒന്നാമത്തെ തെറ്റേതാ? ദൈവത്തെക്കാൾ ഉപരി നീ ഭാര്യയെ സ്നേഹിച്ചു. രണ്ടാമതാണ് നീ ആ ഫലം പറിച്ചു തിന്ന തെറ്റ്. രണ്ടാമത്തതാണ്, സെക്കൻഡറി ആണത്. ഒന്നാമത്തെ തെറ്റ്, ദൈവത്തെക്കാൾ നീ ആരെ സ്നേഹിച്ചോ? യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ നിറകുടമായി ആത്മാവിൽ നിറഞ്ഞു നിന്ന ആദാം താഴേക്ക് വീഴാനുള്ള കാരണം ദൈവത്തെക്കാൾ ഉപരി അവൻ ഭാര്യയെ സ്നേഹിച്ചതുകൊണ്ടാണ്. സ്നേഹിക്കരുതെന്നല്ല കർത്താവ് പറഞ്ഞത്. മക്കളെ സ്നേഹിക്കരുതെന്നല്ല, ഭാര്യയെ സ്നേഹിക്കരുതെന്നല്ല, ഭർത്താവിനെ സ്നേഹിക്കരുതെന്നല്ല, ദൈവത്തെക്കാൾ ഉപരി. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിച്ചത് നിമിത്തം. അപ്പൊ ദൈവത്തെക്കാൾ ഉപരി നീ എന്തിനെ സ്നേഹിച്ചാലും ദൈവം വിഷമിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. കർത്താവ് തന്നെയാ ആ ഹൗവയെ കർത്താവ് ആദാമിന് കൊടുത്തത്, സത്യമാ. കർത്താവ് തന്നെ കുടുംബത്തെ സ്ഥാപിച്ചത്, സത്യമാ. കർത്താവ് തന്നെ തലമുറകളെ കൊടുത്തു. പക്ഷെ ദൈവത്തെക്കാൾ ഉപരി നീ അതുങ്ങളെ സ്നേഹിച്ചാൽ നീ ദൈവത്തിൽ നിന്ന് അകലും, ദൈവരാജ്യത്തിൽ നിന്നും പുറത്തു പോകും. അവർ കർത്താവിൽ നിന്ന് അകന്നു, അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തും പോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്താ ദാവീദിന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാൻ കാര്യം? വേറൊരാളുടെ ഭാര്യയിലേക്ക് അവൻ്റെ കണ്ണു പതിച്ചതാ. ബൈബിൾ ഒത്തിരി ഭാഗത്ത് പറയുന്നുണ്ട് കൂട്ടുകാരുടെ ഭാര്യയെ മോഹിക്കുക എന്നൊക്കെ ഉണ്ട്. വേറൊരാളുടെ ഭാര്യയെ മോഹിച്ചു, പാപം ചെയ്തു. സ്തോത്രം.
എങ്ങനെ യൂദ ദൈവത്തിൽ നിന്നാകുന്നേ? യൂദയ്ക്ക് കർത്താവിനേക്കാളും വലുത് പണമായിരുന്നു. പണം. യൂദ ക്രിസ്തുവിൽ നിന്ന് വീണത് പണത്തിലേക്കാണ്. ആദാം വീണത് ഭാര്യയുടെ സ്നേഹത്തിലേക്കാണ്. ദാവീദ് വീണത് വേറൊരു വ്യക്തിയിലേക്കാണ്. ശിംശോൻ വീണത് ദലീലയുടെ മടിയിലേക്ക്. ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടത് ദൈവാത്മാവിനെയും ദൈവസ്നേഹവും നഷ്ടപ്പെട്ടത്. പ്രിയരെ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ അകന്നുകൊണ്ടിരിക്കും. സ്തോത്രം. ദൈവത്തെക്കാൾ ഉപരി ആരെയൊക്കെ സ്നേഹിച്ചാലും എൻ്റെ കർത്താവിൻ്റെ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കും. ജയം. ലവോദിക്ക സഭയോട് എഫെസോസ് സഭയുടെ കർത്താവ് പറയുന്നു, നീ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട് ചെയ്യുന്നു, നിനക്കൊരവസരം ഞാൻ തരിക. നീ ഏതിൽ നിന്ന് വീടെന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് നിന്നെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് തിരിച്ച ദൈവസ്നേഹം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും നിന്നെ വീണ്ടെടുത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നെ സ്ഥാപിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മ കരയുന്നു. നിന്നെ വീണ്ടെടുക്കാനുള്ള മനസ്സ് കർത്താവിനുണ്ട്. ഇന്ന് പകൽ ആത്മാവ് ചോദിക്കുന്നു, എൻ്റെ യേശുവിനേക്കാളും അധികമായി നീ എന്തിനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്? എൻ്റെ യേശുവിനേക്കാൾ അധികം നീ ജോലിയെ സ്നേഹിച്ചിട്ടുണ്ടോ? കർത്താവ് പറയുന്നത്, മടങ്ങി വാ, നിന്നെ വീണ്ടും ഞാൻ യഥാസ്ഥാനപ്പെടുത്താം, നിനക്ക് മടക്കി തരാം ദൈവിക അനുഗ്രഹങ്ങൾ. യേശുവിന്റെ നാമത്തിൽ ജയം. വിണ്ണതിൽ നിന്നും മന്നിതിൽ വന്നു വീണ്ടെടുത്തന്നെയവൻ, ചങ്കിലെ ചോര കൊണ്ട് പാപം കഴുകി എന്തേ. യേശു ചങ്കിലെ ചോര കൊണ്ട് പാപം കഴുകി എന്തേ. വിണ്ണതിൽ നിന്നും മന്നിതിൽ വന്നു വീണ്ടെടുത്തന്നെയവൻ, ചങ്കിലെ ചോര കൊണ്ട് പാപം കഴുകി എന്തേ. യേശു ചങ്കിലെ ചോര കൊണ്ട് പാപം കഴുകി എന്തേ. ഓ വന്നിപ്പിനേശുവിനെ ഉന്നത നന്ദനനെ. ഓ വന്നിപ്പിനേശുവിനെ ഉന്നത നന്ദനനെ. കർത്താവിൻ്റെ രക്തം തന്ന എന്നെ കഴുകിയത്. ഹല്ലേലൂയ. കർത്താവിനെ നിന്നെ വീണ്ടെടുക്കാൻ, നിന്നെ വീണ്ടും എടുത്ത പഴയ സ്ഥാനത്ത് കൊണ്ടുവരാൻ കൂടെ ആർക്കും മനസ്സില്ലെങ്കിലും ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ. നിന്നെ വീണ്ടും എടുത്ത് അവൻ്റെ ഹിതം പോലെ മടക്കി കൊണ്ടുവരാൻ എൻ്റെ കർത്താവിന് മനസ്സുണ്ട്. തിരിച്ചു വരിക, കർത്താവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമേ അല്ല. കാരണം ഒരു മെസ്സേജ് കേട്ടാൽ നമ്മൾ ഉടനെ പറയും, ഈ മെസ്സേജ് എന്നോടാണ്, ഞാൻ മടങ്ങി വരുന്നു. പ്രിയരെ, അങ്ങനെ ഒരിക്കലും മടങ്ങി വരാൻ പറ്റില്ല. കാരണം ദൈവത്തിൽ നിന്ന് നീ അകന്നത് കൊണ്ടാണല്ലോ ഈ ആത്മബലം പുറത്തു പോയത്. കർത്താവിൽ നിന്ന് അകന്ന് പോയതിന് ശേഷം പിന്നെ നിനക്ക് കിട്ടിയതൊക്കെ ഒരു വാളവരയ്ക്ക് തുല്യമാണ്. ചിലർ പറയും, ഞാൻ കർത്താവിൻ്റെ കൂടെ, ഞാൻ ഇപ്പോഴും യേശുവിൻ്റെ കൂടെ. പ്രിയരെ, കർത്താവിൻ്റെ കൂടെ പഴയ ആദ്യ ബന്ധം ഇല്ലെങ്കിൽ ദൈവം നമ്മളെ നടത്തും. അത് അവിടുത്തെ ദയയാണ്. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവിലാണെന്ന് ആരും വിചാരിക്കും. ക്രിസ്തുവിലാണെങ്കിൽ ആത്മബലം പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തെങ്ങിൻ്റെ മേളിൽ നിന്ന് ഒരു കുയിലും കുഞ്ഞ് താഴെ വന്ന് വീണു. ഒരു കുയിലിൻ്റെ കുഞ്ഞ് തെങ്ങിൻ്റെ മേളിൽ താഴെ വീണു. ഈ കുയിലിൻ്റെ കുഞ്ഞ് നല്ല ബുദ്ധിയുള്ളൊരു കുയിലും കുഞ്ഞാണ്. ഇത് പൂച്ച പിടിക്കാതിരിക്കാൻ ഇത് കരിയിലയുടെ ഇടയിൽ പോയി ഇങ്ങനെ മറഞ്ഞിരിക്കും, വാഴയിലയുടെ അടിയിൽ. എന്നിട്ട് ഈ തള്ളക്കാക്ക പറന്നു വരുന്ന സമയത്ത് ഈ കുയിലും കുഞ്ഞ് ചാടി 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 ഈ മതിലിൻ്റെ അടുത്ത് വന്നിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, തണുത്തു പോയില്ലേ ശക്തിയോടെ. ഈ കുയിലും കുഞ്ഞ് ചാടി നിൽക്കുന്ന സമയത്ത് ഈ തള്ളക്കാക്ക പറന്നു വന്ന് ഈ കുയിലിൻ്റെ വായിൽ ആഹാരം കൊടുക്കും. സ്തോത്രം. വീണ്ടും കുയിലും കുഞ്ഞ് ചാടി 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 വാഴയിലയുടെ അടിയിൽ പോയി ഒളിച്ചിരിക്കും. പിന്നെയും തള്ളക്കാക്ക വരുമ്പോൾ വീണ്ടും ചാടി ചാടി വീണ്ടും മതിലിൻ്റെ അടുക്ക വരും. തള്ളക്കാക്ക ഇതിന് ആഹാരം കൊടുക്കും. ദൈവാത്മാവിനോട് ചോദിച്ചു, ഇത് നിനക്ക് എന്ത് മനസ്സിലായി? ഈ കുയിലിൻ്റെ കുഞ്ഞ് തള്ളക്കാക്ക ആക്കി വെച്ചിരുന്ന ആ പൊസിഷനിൽ നിന്ന് താഴെ വീണ് കിടന്നിട്ടും ആഹാരം കിട്ടുന്നുണ്ട്.
ഇല്ല, മനസ്സിലായില്ല. ഞങ്ങളെല്ലാം ക്രിസ്തുവില. സ്വതന്ത്രം. ഈ കുയിലിൻ്റെ കുഞ്ഞ് ഈ തള്ളക്കാക്ക അതിനെ ആക്കി വെച്ച പൊസിഷനിന് താഴെ വീണ് കിടക്കുമ്പോഴും തള്ളക്കാക്ക ആഹാരം കൊടുക്കുന്നുണ്ട്. കാരണം ഈ കുയിലും കുഞ്ഞ് കരയും, ഈ തള്ളക്കാക്കയ്ക്ക് വിഷമം വരും, ആഹാരം കൊത്തി വായിൽ വെച്ച് കൊടുക്കും. പക്ഷെ കുയിലും കുഞ്ഞ് ആ പൊസിഷനിലല്ല. ഇതാണ് 85-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടിയത്. യഹോവേ, നീ എൻ്റെ അകൃത്യം മോചിപ്പിച്ചു, നല്ലത്. നീ എൻ്റെ പാപവും മൂടിക്കളഞ്ഞു, നല്ലത്. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. യഹോവേ, നീ എൻ്റെ അകൃത്യം മോചിപ്പിച്ചു, നീ എൻ്റെ പാപം മൂടിക്കളഞ്ഞു. അത് മതിയല്ലോ, പോരാ. അതുകൊണ്ട് തൃപ്തി അടയാൻ പറ്റത്തില്ല. ഞാൻ ആയിരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. ദൈവമാക്കി വെച്ചൊരു പൊസിഷൻ ഉണ്ടാതാമേ, അതിൽ നിന്ന് വീണ് കിടന്നാലും വണ്ടി കുറച്ചുകൂടെ ഓടിക്കാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. എൻ്റെ അമ്മ എപ്പോഴൊരു കാര്യം പറയും, ഈ നല്ല നല്ലവണ്ണം തീ കൊടുത്ത് ചീനച്ചട്ടിക്കത് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ വെട്ടി തിളച്ചിട്ട് പപ്പടം അങ്ങോട്ട് ഇട്ടാൽ മതി, അപ്പോഴേ ഇത് പൊള്ളി പുറത്ത് വരും. പക്ഷേ അടിയിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഗ്യാസ് അടി ഓഫ് ചെയ്തു, തീ അങ്ങ് അണച്ചു. തീ അണച്ചതിന് ശേഷവും 3-4 പപ്പടം കൂടെ അതിൽ പൊള്ളിച്ചെടുക്കാം. പക്ഷെ തീയില്ല. സ്വതന്ത്രം. മുമ്പോട്ട് ഓടാൻ പറ്റും. ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിലല്ലെങ്കിലും വണ്ടി വലിഞ്ഞോടും. ദൈവശക്തി മിസ്യൂസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് ഓടാൻ പറ്റും. പരിശുദ്ധാത്മാവും ദൈവശക്തിയും ഒരുപോലെ അകത്ത് വ്യാപരിക്കണം. അതാണ് പൗലോസ് 1 കൊരിന്ത്യർ 2:5 പറഞ്ഞത്, എൻ്റെ വാക്കുകളും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിൻ്റെയും ശക്തി. അപ്പം ആത്മാവിൻ്റെ പ്രദർശനം വെളിപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഇതില്ലാതെ ഓടാൻ പറ്റും. അതാ പറഞ്ഞ, ഈ കുയിലും കുഞ്ഞ് താഴെ വീണ് കിടക്കുമ്പോഴും അതിന് ആഹാരം കിട്ടുന്നുണ്ട്. ദൈവമായിട്ട് ബന്ധമില്ലെങ്കിലും അവൻ്റെ ദയ കൊണ്ട് ജീവിക്കാൻ പറ്റും. പിന്നെ നിത്യത കയറാൻ പറ്റത്തില്ല. സ്തോത്രം. ആഹാരം കിട്ടുമ്പം കുയിലും കുഞ്ഞ് പറഞ്ഞറിയോ, ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച. പക്ഷെ ഈ കുയിലിൻ്റെ കുഞ്ഞ് ഇതിനെ ആക്കി വെച്ച ആ കൂടിലേക്ക് മടങ്ങി വന്നാൽ ഇതിന് ആഹാരം മാത്രമല്ല, തള്ളക്കാക്കയുടെ കൂടെ എന്നും ഇരിക്കാനും പറ്റും. സ്തോത്രം. അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കാണത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നൊക്കെ വാങ്ങാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ലവോദിക്ക സഭയുടെ കർത്താവ് പറഞ്ഞത്. ലവോദിക്ക സഭയിൽ ക്രിസ്തു സഭയുടെ പുറത്ത് കിടക്കുമ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതാ അവർ പറഞ്ഞത്, ഞങ്ങൾ ധനവാൻ, ഞങ്ങൾ സമ്പന്നർ, ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം ഭയങ്കര കേട്ടോ. കർത്താവ് പറഞ്ഞറിയോ, നീ നിർഭാഗ്യവാൻ, നീ അരിഷ്ടൻ, നീ കുരുടൻ, നീ നഗ്നൻ, നിനക്ക് വസ്ത്രം പോലും ഇല്ല. നിനക്ക് സ്വർഗത്തെ കാണാം, ഭൂമിയിലെല്ലാം കാണാൻ നിനക്ക് കണ്ണുണ്ട്, സ്വർഗത്തെ കാണാൻ മാത്രം കണ്ണില്ല. നിത്യതയെക്കുറിച്ച് കാണാൻ കണ്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഭയങ്കരമാണ്. കാരണം ശിംശോൻ ദലീലയുടെ മടി കിടന്നുറങ്ങി. ശിംശോന്റെ അഭിഷേകത്തിൻ്റെ മുടി മുറിച്ച് കളഞ്ഞ് അഭിഷേകം നഷ്ടപ്പെടുത്തിയിട്ട് ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ദൈവസ്നേഹത്തിന് ആഴമാണ് ഞാൻ പറയുന്നത്. ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതിന് ശേഷം ശിംശോൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കണ്ണ് തിരിച്ചു കൊടുത്തില്ല. കാഴ്ചപ്പാടില്ലാതെ ശിംശോൻ യുദ്ധം ചെയ്തു, താനും മരിച്ചു. പക്ഷെ ലവോദിക്ക സഭയോട്, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയോട് കർത്താവ് പറയാ, ഞാൻ നിനക്ക് കാഴ്ച മടക്കി തരാം. നിനക്ക് നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ അത് ഞാൻ നിനക്ക് മടക്കി തരാം ഇന്ന് രാത്രി. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രി ആത്മാ പറഞ്ഞ കേട്ടോ, ശിംശോന് കാഴ്ച മടക്കി കിട്ടിയില്ല, പക്ഷേ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയോട് കർത്താവ് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ട കാഴ്ച ഞാൻ നിനക്ക് മടക്കി തരാം. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആ ഭാഗമാണ് നമ്മുടെ കണ്ണ് നനയ്ക്കുന്നത്.
കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിംശോൻ ഇത്രയൊക്കെ ന്യായപാലനം ചെയ്തിട്ട് അവസാനം കാഴ്ച തിരിച്ചു കൊടുത്തില്ല. ലവോദിക്ക സഭയുടെ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് നഷ്ടപ്പെട്ട കാഴ്ച മടക്കിത്തരാം, നിനക്ക് വിശുദ്ധിയുടെ വസ്ത്രം ഞാൻ മടക്കിത്തരാം, നിന്നെ ഞാൻ വചന സംബന്ധിച്ച് സമ്പന്നനാക്കാം. എത്ര നല്ല കർത്താവ്! ഹല്ലേലൂയ. പ്രിയരെ, ചിലരൊക്കെ നമ്മുടെ കുറവുകൾ കണ്ട് ശപിച്ചൊക്കെ ആയിരിക്കും എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറയുന്നത്. പക്ഷെ കർത്താവ് അങ്ങനെ അല്ല. ഹല്ലേലൂയ. നിന്നെ കർത്താവ് തിരിച്ചെടുക്കുന്നത് അവൻ്റെ പൂർണ്ണ അനുഗ്രഹത്തിലേക്കാണ്. സ്തോത്രം. ശിംശോന് കർത്താവ് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ ദൈവം അവന് ബലം, അഭിഷേകം കൊടുത്തു. ഇവിടെ കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ മടക്കിത്തരാം, നിനക്ക് എല്ലാം ഞാൻ മടക്കിത്തരാം. പിന്നെ നീ ചിലത് വിട്ടിട്ട് വേണം എൻ്റെ അടുക്കലേക്ക് വരാൻ. സ്തോത്രം. അതിന് ഏറ്റവും നല്ല വാക്യം ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ലൂക്കോസ് 15:17. ഹല്ലേലൂയ. ഇവിടെ നിന്ന് വായിച്ചു. ലൂക്കോസ് 15:17. എങ്ങനെ മടങ്ങി വരേണ്ടെന്നുള്ള ക്രിയാത്മകമായിട്ട് നമുക്ക് മടങ്ങി വരാൻ പറ്റത്തുള്ളൂ. ആ ആ ആ നോക്ക്, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൂർത്തപുത്രൻ അല്ലെങ്കിൽ ആ ഇളയ മകൻ, ഇവൻ തിരിച്ചു വരുമ്പോൾ 4 കാര്യങ്ങൾ അവൻ വിട്ടിട്ടാ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഒന്ന്, ഈ അപ്പനിൽ നിന്ന് അകന്നപ്പോൾ കിട്ടിയത് ഒരു കൂട്ടം വാളവരെയാണ്. ഒരു ശേഷിപ്പില്ലാത്ത ചില നന്മകളാണ് കരുത്തി കിട്ടിയത്. അതുപോലും കിട്ടിയില്ല. ഇപ്പൊ പിതാവായ ദൈവത്തിനെ കുറിച്ച് ഓർത്തു. അവന് സുബോധം വന്നു. സുബോധം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വീടെന്നുള്ളതല്ല. ഹി കെയിം ടു ഹിംസെൽഫ്. അവനെക്കുറിച്ച് അവനിലേക്ക് തിരിഞ്ഞു. ഞാൻ എന്നിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹത്തിന് വലിപ്പം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അവനിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ദൈവബന്ധത്തിൽ നിന്ന് അകന്നുപോയ ദാരിദ്ര്യം, അവൻ്റെ രൂപത്തിൽ വന്ന മാറ്റം കണ്ടവൻ കരയാൻ തുടങ്ങി. എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ തിന്നിട്ട് നല്ല തടിച്ചു കൊടുത്തിരിക്കുന്നു, മകനായ എനിക്കൊരു ശേഷിപ്പുമില്ല, നല്ലൊരു സന്തോഷം പോലുമില്ല. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുവിലല്ല ഒരു തെളിവ് എന്ന് പറയും. ക്രിസ്തുവിലല്ല എന്നുള്ളൊരു തെളിവ്. ഇപ്പോഴും നീ ഒരു വിടുതലിന് വേണ്ടിയിട്ട് സഭ കയറി ഇറങ്ങി നടക്കുകയാണെങ്കിൽ നീ യേശു ക്രിസ്തുവിലല്ല. കർത്താവിലേക്ക് വന്ന നീ വിടുതലിന് വേണ്ടി നടക്കുകയല്ല, നീ ചിലരെ വിടുവിക്കേണ്ടാ പോണ്ടത്. സ്തോത്രം. യേശു ക്രിസ്തുവിനോട് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നീ വിടുവിക്കപ്പെട്ടു, പിന്നെ നീ അനേകരെ വിടുവിക്കാൻ പോകേണ്ടവരാ. ഇപ്പോഴും ഇച്ചിരി ആശ്വാസത്തിന് വേണ്ടി സഭ കയറി ഇറങ്ങി നടക്കുകയാണെങ്കിൽ നീ കർത്താവിന് അകന്നിട്ട് വർഷങ്ങളായി. സ്തോത്രം. കർത്താവ് നിന്റെ അകത്ത് വന്നിനെ വിടുവിച്ചവൻ തോളത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ ഓരോരുത്തരെ വിടുവിക്കാൻ ഇറങ്ങി ചെല്ലുകയാണ്. സ്തോത്രം. ഒരു ശേഷിപ്പ് പോലും ഈ മകനാ കൂലിക്കാരെ തിന്നിട്ട് നല്ല തടിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഇവനെ വാളവരെ വിട്ടു. ഈ വാളവരെ ഇവൻ്റെ കയ്യിൽ വരാൻ കാരണം ഒരു കൂട്ടം പന്നികളാണ്, പാപസ്വഭാവം. സ്തോത്രം. യൗവനക്കാരെ രഹസ്യഭാവങ്ങളെല്ലാം ദൈവം ചോദ്യം ചെയ്യും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരുവിധപ്പെട്ടവരുടെ മൊബൈൽ പിടിച്ച് നോക്കാമെങ്കിൽ എന്തൊക്കെയാണെന്ന് ഇപ്പം കാണാം. സ്തോത്രം, 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 സ്തോത്രം. ഇപ്പം പിടിച്ച് നോക്കാമെങ്കിൽ ഇപ്പം ഞാൻ മീറ്റിംഗ് കഴിയട്ടെ. സ്തോത്രം പറഞ്ഞേ. ഞാൻ വട്ടപ്പാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ സുഗന്ധം ഭാഷ മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ട സമയത്ത് ഭയങ്കര ആരാധന നടക്കുക. ഇവിടെ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, ആ നിൽക്കുന്ന ചെറുപ്പക്കാരനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ബ്രദർ ഇങ്ങോട്ട് മുമ്പോട്ട് വരാൻ പറഞ്ഞു. 2 മിനിറ്റും വന്നില്ല. ഇവനോടെ തിരിഞ്ഞു നിന്നു. ഒരു ഇച്ചിരി കഴിഞ്ഞ് ഓടി വന്നപ്പം ഞാൻ ചോദിച്ചു, മൊബൈൽ എന്ത് ചെയ്യുക? അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ജയം. 1 യോഹന്നാൻ 3:8 പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ സന്തതി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ നാട്ടിൽ ഞാൻ ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സൈഡ് സീറ്റിൽ ബ്രദർ ഇരിക്കുന്നു. ഞാൻ ചെന്ന് അവൻ വിൻഡോ സൈഡിൽ ഇരിക്കുന്നു. ഞാൻ ചെന്ന് അവൻ്റെ അടുത്ത് നിന്നിരുന്നു. അവന് എന്നെ കണ്ടപ്പോഴേ പിടിയിട്ട് സുവിശേഷം പറയുന്ന ആളാവും പെട്ടെന്ന് ഹെഡ്ഫോൺ എടുത്ത് മൊബൈലിൽ കുത്തി അവൻ ഹെഡ്ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ഭയങ്കര പാട്ട് കേൾക്കില്ല. എനിക്ക് സുവിശേഷം പറയാനുള്ളത് അകത്ത് വെമ്പലും. ഇവന് ഒട്ടും ഊരത്തുമില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ, ദൈവാത്മാനുള്ളിൽ പറഞ്ഞിട്ടേ വിടാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും വടക്ക് നോക്കി യന്ത്രം പോലെ ഇങ്ങനെ പുറത്ത് തന്നെ ഇങ്ങനെ തല തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇവൻ നോക്കുന്നത് ഞാൻ അതിശയിച്ചു, ഇത്ര ഇരിക്കാനുള്ള കഴിവ്. ഞാൻ തട്ടി വിളിച്ച് ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? അവൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ സമയം എന്തായി? അപ്പോൾ എന്നെ വാച്ച് നോക്കി കാണിച്ചു. പിന്നെ ഞാൻ സമയം എന്തായി? അപ്പം ഇതങ്ങ് ഊരിയിട്ട് ഇത് കണ്ടില്ലേ ഇത്രേ. ഞാൻ പെട്ടെന്ന് എങ്ങോട്ട് പോകുന്നു? ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോകുന്നു. എവിടെ ഇറങ്ങും? ആലപ്പുഴ ഇറങ്ങും. 15 മിനിറ്റ് കൊണ്ട്
ചേർത്തല മാരാരിക്കുളം ആലപ്പുഴ എത്താനായിട്ട് 10-15 മിനിറ്റ് മതി, സൂപ്പർ ഫാസ്റ്റാണ്. നീണ്ട ഒരു സുവിശേഷ പ്രസംഗത്തിന് സമയമില്ല, 15 മിനിറ്റേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ചാർജ് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവിൽ കുടിയേറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അവനൊരു വളിച്ച ചിരി വെച്ചിട്ട് ചോദിച്ചു, യേശുവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ കുടിയേറിയിട്ടുണ്ടോ? അതെന്നാ ചോദ്യമാണ്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവാത്മാവ് പറഞ്ഞങ്ങ് പറഞ്ഞോണം. നമ്മൾ വേറെ പ്രാസവും നോക്കാൻ പോകണ്ട, ഗ്രാമർ നോക്കണ്ട, കർത്താവ് ചെയ്തോളൂ. വീണ്ടും ചോദ്യം, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവിൽ വന്നിട്ടുണ്ടോ? ആത്മാവിൽ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പം എനിക്ക് സമാധാനം, അടി കിട്ടത്തില്ല. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാർത്തോമക്കാരാ. അപ്പം ഞാൻ മാർത്തോമയാണോ CSI ആണോ എന്നല്ല ചോദിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവിൽ കുടിയേറിയിട്ടുണ്ടോ, അകത്ത് കയറിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയാണ്. ബ്രദറെ, ക്രിസ്ത്യാനിയാണെന്നല്ല ചോദിച്ചത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ? അതുണ്ടോ എന്ന് ചോദിച്ചാൽ 1-3 വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. പാപം ചെയ്യുന്ന പിശാചിൻ്റെ സന്തതി. ഞാൻ ചോദിച്ചതിൻ്റെ ലാപ്ടോപ്പിൽ പാപമുണ്ടോ? ലാപ്ടോപ്പൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. നിൻ്റെ മൊബൈലിൽ പാപമുണ്ടോ? നിൻ്റെ രഹസ്യ മുറിക്കകത്ത് പാപമുണ്ടോ? ആ സമയത്ത് യേശു ക്രിസ്തു അല്ല നിൻ്റെ മുറിക്കകത്ത് വെളിപ്പെടുന്ന ലൂസിഫറാന്ന് പറഞ്ഞു. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ സന്തതി. അത് തന്നെ കർത്താവ് യോഹന്നാൻ 8:44 പരീശന്മാരെ നോക്കി പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന അപ്പൻ്റെ മക്കൾ. ഇതങ്ങോട്ട് പറയുകയും ഇവനൊരു പ്രത്യേകമായിട്ടൊരു സങ്കടം അവൻ്റെ ഉള്ളിലേക്ക് കയറി പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്ത് പ്രവേശിച്ച് തുടങ്ങി, പരിശുദ്ധാത്മ തൊട്ട് തുടങ്ങി എനിക്ക് പിടികിട്ടി. വെടികൊണ്ട പന്നി ഉരുളുന്ന പോലെ. ഉടനെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം ബ്രദറെ? ഞാൻ പറഞ്ഞു, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നീ പാപത്തെ ഉപേക്ഷിച്ച് സാത്താനെ വെറുക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. സ്തോത്രം. പറഞ്ഞ സെക്കൻഡിന് പാപത്തെ ഉപേക്ഷിച്ച് എല്ലാം ഡിലീറ്റ് ചെയ്ത് റെഡിയാക്കി ആ വണ്ടിക്ക് ആലപ്പുഴ എത്തുന്നതിന് മുൻപ് അവൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. കണ്ണിൽ കൂടെ ധാരധാരയെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഹല്ലേലൂയ. പാപത്തിൻ്റെ പ്രവൃത്തി രണ്ടും കൂടെ കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പോൾ പന്നികളെ ഉപേക്ഷിക്കണം, പാപപ്രവൃത്തി ഉപേക്ഷിക്കണം. ഈ പന്നികളുടെ കൂട്ടത്തിൽ കിടക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരു വയലാ, ഒരു സാഹചര്യമാണ്. ക്രിസ്തുവിൽ നിന്ന് അകത്തുന്ന പാപത്തിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിന് പുറത്തു വരണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ സാഹചര്യം വയലിൽ വരാൻ കാരണം ഒരു പൗരനുമായുള്ള ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കേണ്ടതിന് പകരം നീ ആരെ ആശ്രയിച്ചാലും അത് പൗരന് തുല്യമാണ്. അപ്പം 4 കാര്യങ്ങൾ വിട്ടിട്ട് വേണം യേശു ക്രിസ്തുവിലേക്ക് വരാൻ. അപ്പം നിങ്ങൾ പറയും, എൻ്റെ കയ്യിൽ വാളവരെയൊന്നുമില്ല. യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നപ്പോൾ കിട്ടിയത് മുഴുവനും വാളവർ തന്നെ പറയരുത്. വാച്ചാണേലും സ്ഥലമാണേലും വണ്ടിയാണേലും. തിരിച്ച് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ. ഒരു വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയതിനാണ് ഞാൻ, പക്ഷേ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കിട്ടി, ഇതെല്ലാം കൂടെ എങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ദൈവത്തിന് വേണ്ടിയിട്ട് നിൻ്റെ പുറത്തുള്ളത് കളയാനും നിൻ്റെ അകത്തുള്ളത് കളയാനും എത്ര പേര് തയ്യാറുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ജയം. ചെറിയൊരു കാര്യമല്ല. ചിലരോടുള്ള വൈരാഗ്യങ്ങളകത്തില്ലേ, നമ്മൾ എത്ര പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടാൻ പറ്റാത്തത്? അത് ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ദൈവാത്മ ഉള്ളിൽ നിന്ന് വരണം, ഉള്ളിലേക്ക് വരണം. നിന്റെ അകത്തുനിന്നത് പുറത്തു പോകണമെങ്കിൽ കർത്താവിന് വേണ്ടി ഒന്നാമത്തെ സ്റ്റെപ്പ് നീ അകത്തുനിന്നെല്ലാം വലിച്ച് പറിച്ച് പുറത്തറിയാൻ തയ്യാറാണ്. 4 കാര്യങ്ങൾ ദൈവത്തിന് നീ കളയാൻ തയ്യാറാണെങ്കിൽ 4 കാര്യം എൻ്റെ കർത്താവ് നിനക്ക് മടക്കി തരും. എല്ലാവരും ദിവസം എഴുന്നേറ്റോ ഒരു നിമിഷം വേഗത്തിൽ. ഒരാൾ ബൈബിളും കൊണ്ട് എഴുന്നേറ്റോ. എല്ലാവരും എഴുന്നേറ്റോ ദൈവത്തിന്. നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് മടക്കി തരാൻ കർത്താവ് തയ്യാറാണ്. പ്രിയരെ, കണ്ണുകൾ അടച്ചാട്ടെ. ഇവിടെ നിന്നോണ്ട് തന്നെ നീ ഏതിൽ നിന്ന് വീണെന്നോർത്ത് നീ അന്നത്തെ പ്രവൃത്തി ചെയ്യാൻ ആദ്യം രക്ഷിക്കപ്പെട്ട നാളിലെ ബന്ധത്തിലേക്ക് നിനക്ക് മടങ്ങി വരാൻ കഴിയും. അവൻ നഷ്ടപ്പെട്ട പുത്രത്വത്തിൻ്റെ മോതിരം, അഭിഷേകത്തിൻ്റെ മോതിരം, സുവിശേഷത്തിൻ്റെ പാതകം ദൈവനെ തിരിച്ചണിയിപ്പിച്ചു. തടിപ്പിച്ച കാളക്കുട്ടി അവനുണ്ട്. ഭൗതിക നന്മകൾ അവൻ ചോദിക്കാത്ത കർത്താവിനുണ്ട് അറുത്തു. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും അടയട്ടെ, ഹൃദയം നുറുകട്ടെ. രാത്രി രക്ഷിക്കപ്പെട്ട നാളിലേക്ക് ഞാൻ മടങ്ങി വരുന്നു എന്നുള്ളൊരു ചിന്ത. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ അടുക്കല.
ദൈവമില്ലാത്ത എല്ലാം ഞാൻ വലിച്ചു കളയുന്നു കർത്താവ്, ദൂരെ എറിയുന്നു. ദൈവമില്ലാത്ത ചില ബന്ധങ്ങൾ, യൗവനക്കാരെ ചില ബന്ധങ്ങൾ ഞാൻ ദൂരീകരിക്കുന്നു എന്ന് പറ. യെസ്, ഇന്ന് രാത്രി നീ വിട്ടിട്ട് ആത്മാവ് കൊണ്ട് നീ ദൈവത്തിലേക്ക്, നീ രക്ഷിക്കപ്പെട്ട നാളിലേക്ക് നീ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ദൂരത്ത് ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കും. ആത്മാവായ ദൈവം ഇന്ന് രാത്രി അത് സംഭവിക്കും. ഇന്ന് രാത്രി അത് സംഭവിക്കും. ദൈവമില്ലാത്ത എല്ലാം, എൻ്റെ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിയത് എല്ലാം ഞാൻ മാറ്റിവെക്കുന്നു. എൻ്റെ ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും സമ്പത്തിനേക്കാളും ജോലിയേക്കാളും എല്ലാം വിട്ടുകൊണ്ട് അതാവെ നീ തിരിച്ചു മടങ്ങി വാ. ദാവീദേ, നീ മടങ്ങി വാ. ധൂർത്തപുത്രം വന്നതുപോലെ സകലതും വിട്ടുകൊണ്ട് അപ്പനിലേക്ക് വാ. നിനക്ക് പിതാവിനെ മടക്കി കിട്ടും. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൻ കുരുടൻ സർവവും എനിക്കെച്ചിൽ. എല്ലാം നിനക്ക് എച്ചിലായിട്ട് കളയാനുള്ളൊരു മനോഭാവം. സർവവും എനിക്കെച്ചിൽ പൂർണ്ണരക്ഷ കാണും ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. വാഞ്ചിച്ചു നിന്നെ എത്ര ദോഷം വാണെന്നിലെത്ര, ഇമ്പമായി ചൊല്ലുന്നേശു ഞാൻ കഴുകിടും നിന്നെ. ഇമ്പമായി ചൊല്ലുന്നേശു ഞാൻ കഴുകിടും നിന്നെ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. കർത്താവിൻ്റെ മുമ്പിൽ ലാസറിനെ പോലെ കല്ല് മാത്രം നീക്കിയിട്ടല്ല എൻ്റെ കർത്താവുമായിട്ട് എന്നാ ഞാൻ അകന്നത്, അതെല്ലാം ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, ഈ 2016 തീരുന്നതിന് മുൻപ് ഞാൻ യേശു ക്രിസ്തുവിൽ ഒന്നാകാൻ എനിക്കെൻ്റെ കർത്താവാണ് ഏറ്റവും വിലയേറിയതെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട്, എനിക്ക് എല്ലാത്തിനേക്കാൾ യേശു എനിക്ക് വിലയേറിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവമില്ലാത്ത എല്ലാം വലിച്ചെറിയാൻ, ദൈവമില്ലാത്ത എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നീ ഓടി കർത്താവിലേക്ക് വാ. ഇന്ന് രാത്രി ആത്മാവായ ദൈവം ഇന്ന് രാത്രി കെട്ടിപ്പിടിക്കും. ഇന്ന് രാത്രി കൈ തൊടാതെ സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് എനിക്ക് വലുതാണെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ ഇന്ന് രാത്രി അവൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നോ, നിന്റെ ശരീരം ഇവിടെ ഇരുന്നോട്ടെ, നീ രക്ഷിക്കപ്പെട്ട നാളിലേക്ക് ആത്മാവിൽ വാ. ദൈവം നിന്നെ കെട്ടിപ്പിടിക്കും. ഓ, ചിലരുടെ കണ്ണുകൾ നനഞ്ഞൊഴുകുന്നതിനായിട്ട് സ്തോത്രം. ജീസസ്. ശുദ്ധാത്മനെ കഴുകണേ, രക്തത്താലൻ കറകളെ, നിന്നാത്മാവാ നിൻ സ്നേഹത്താൽ, നിന്നാത്മാവാൽ നിൻ സ്നേഹത്താൽ നിറയ്ക്കണേ എന്നെ, പണിയണേ. ഇന്ന് രാത്രി നിറയ്ക്കണേ എന്നെ, പണിയണേ. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചില ഉള്ളങ്ങളിലേക്ക് പരിവർത്തിക്കുന്നു.
കർത്താവിനെ രക്തസ്രവക്കാരി തൊട്ടപ്പോൾ അവിടെ രക്തസ്രവം നിന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നെ തൊടുകയല്ല, നിന്നെ ദൂരത്ത് വെച്ച് ഓടി വന്ന് കണ്ണ് കെട്ടിപ്പിടിക്കുന്ന ഇന്ന് രാത്രി ഞാൻ കർത്താവിലേക്ക് വരുന്നു. എനിക്ക് യേശുവിനേക്കാളും വിലയുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി എന്താണെന്ന്. അതെല്ലാം ഞാൻ വലിച്ചെറിയുന്നു. ഓ, கருவில் என்னை சுமந்ததை பார்த்தால் അമ്മന്ന് കൂപ്പിടവാ. ഇന്ന് രാത്രി ഒരമ്മ ചുമന്ന് നടന്ന പോലെ നടന്ന കർത്താവിനെ നീ ഒന്നാകാൻ തീരുമാനിക്കുക. രാത്രി നിന്നെ വീണ്ടും ചുമക്കാൻ പോവുക. കുഞ്ഞാടുകളെ തോളത്തെടുത്ത് തള്ളയാടുകളെ മെല്ലെ നടത്തുന്ന കർത്താവ് ഈ രാത്രി ഹാളിനകത്ത് നടക്കുന്നു. ഈ വചനം പറയിപ്പിച്ച് ഇന്ന് രാത്രി ഹൃദയം തകർന്ന ആരെങ്കിലും ഈ രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ നിന്നിൽ നകന്ന വ്യക്തിയാണ്. ഐ വാണ്ട് ടു കം ബാക്ക് ടു യു ഫാദർ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah. Shalaraduna ramana shandala rigalagare shasya. Hallelujah. 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 ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൻ കുരുടൻ സർവവും എനിക്ക് പുനരക്ഷ കാണും ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൻ കുരുടൻ സർവവും എനിക്ക് പൂർണ്ണരക്ഷ കാണും ഞാൻ. ശരണം കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോൾ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോൾ. വാഞ്ചിച്ചു നിന്നെ എത്ര ദോഷമാണ് നീലെത്ര ഇമ്പമായി ചൊല്ലുന്നേശു ഞാൻ കഴുകിടും നിന്നെ. ഓ, ഞാൻ കഴുകിടും നിന്നെ. ഈ രാത്രി ദൈവാത്മാവ് ഹൃദയം നുറുങ്ങി ഞാൻ യേശുവിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞവരെ ഇന്ന് രാത്രി കർത്താവ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. കൈ തൊടാതെ നിന്റെ ശരീരത്തിനകത്ത് കർത്താവിനോട് നീ സമർപ്പിച്ചതിന്റെ ഫലം, യേശു എനിക്ക് വലുതാണെന്ന് പറഞ്ഞ് മടങ്ങി വന്നതിന്റെ ഫലങ്ങൾ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലും വെളിപ്പെടും. താങ്ക് യു ജീസസ്. ഈ രാത്രിക്ക് മറ്റ് എന്തിനേക്കാളും, എൻ്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും കുഞ്ഞുങ്ങളെക്കാളും കർത്താവേ ഞാൻ അങ്ങിലേക്ക് വരുന്നെന്ന് കരമടിച്ചേറ്റെടുത്ത രാത്രി യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്, ഞാൻ യേശുവിലേക്ക് വന്നിരിക്കുന്നു. യേശുവിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ഓ, എനിക്ക് എന്തിനേക്കാളും ഹല്ലേലൂയ.
ഞാൻ എല്ലാം വിട്ട് കർത്താവിലേക്ക് വന്നു, ദൈവിതമില്ലാത്ത ഞാൻ പുറത്ത് കളഞ്ഞു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കരമൊന്ന് ഉയർത്തിക്കേ. നിങ്ങൾ ദൈവം മുൻപാകെയാണ് കരം ഉയർത്ത്. പ്രപഞ്ച സൃഷ്ടാവായ കർത്താവിൻ്റെ മുൻപിൽ അകത്തും പുറത്തുമുള്ള എല്ലാ ഈർഷ്യകളും പരിശുദ്ധാത്മാവിന് ഇണങ്ങിയ ആയുധങ്ങളായി തീരാൻ, എൻ്റെ കർത്താവിനുള്ളിൽ സ്ഥാനം ഇരിക്കാൻ, എൻ്റെ കർത്താവിന് ഇരുന്ന് വാഴാൻ ഞാൻ നന്നായിട്ട് എൻ്റെ ഹൃദയത്തിലെല്ലാം പുറത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് അഗ്നിജ്വാലക്കത്തുള്ള കണ്ണിന്റെ മുൻപിൽ ഹല്ലേലൂയ, അപ്പാ എൻ്റെ ഹൃദയം നീ കാണണമേ, സത്യമായി വിളിച്ചപേക്ഷിക്കുന്നു. ഓ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സത്യമായിട്ടാ ഞാൻ തുറന്നേ, ഞാൻ യേശുവിലേക്ക് വന്നിരിക്കുന്നു. ഓഹോ, ഇന്ന് രാത്രി നിന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങുക. യേശു നിന്നെ കെട്ടിപ്പിടിക്കുന്നത് ഒരു പാസ്റ്റർ അല്ല, അദ്ദേഹത്തിന്റെ കരമല്ല, എന്റെ കൈയല്ല, ആത്മാവിന്റെ കരം. യേശുവിലേക്ക് വന്നപ്പോൾ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ കഴുത്തിൽ ചുംബിച്ച് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് രാത്രി ആത്മാവിലേക്ക് 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 നിന്റെ ഉള്ളിലേക്ക് ദൈവ സാന്നിധ്യം യേശുവിലേക്ക്, മനുഷ്യരിലേക്കല്ല, യേശുവിലേക്ക്. ഓ ജീസസ്, ഇന്ന് രാത്രി ആത്മാവിനെ കടന്നു പിടിക്കുക. നീ ഓഡിറ്റോറിയം വിട്ടിറങ്ങി ഒറ്റയ്ക്കല്ല, യേശുവായിട്ട് ഇറങ്ങി പോകുന്നേ. Feel the യേശുവായിട്ട്. അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം പോലും ചെക്ക് ചെയ്ത് നോക്കിക്കോ, ആ രോഗം ഇന്നോടെ കാണത്തില്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മ സന്തോഷവും അത്രേ. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. വീട്ടിൽ വാദ്യവും നൃത്തഘോഷവും തുടങ്ങി. നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി തുടങ്ങി വാദ്യവും നൃത്തഘോഷവും ഉണ്ടെങ്കിൽ ഓർത്തോണം, നീ കർത്താവിന്റെ അകത്ത് കയറി കഴിഞ്ഞു. യേശുവിനെ പിടിച്ചവന്റെ വീട് ആരാധനയുടെ യാഗപീഠം. യേശുവിനെ ഉൾക്കൊള്ളവന്റെ വീട് ആരാധനയുടെ യാഗപീഠം. Oh, we love you, Jesus. Rom Shantara Rigaragadana Gashasi. Oh, Jesus. ഞാൻ കർത്താവിലേക്ക് മടങ്ങി വന്നു എന്നൊരു കാര്യം ഉയർത്തി. യേശുവിലേക്ക് വന്നു. ഞാൻ കർത്താവിന് ഇതല്ലാതെ കളഞ്ഞു. താങ്ക് യു ജീസസ്. എനിക്കറിയത്തില്ല എത്രത്തോളം വന്നെന്ന്. ഇതിനകത്ത് കയറിയവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീട്ടിൽ വാദ്യവും നൃത്തഘോഷം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ അകത്തെ മനുഷ്യനിൽ ഒരു ചേഞ്ച് വന്നെങ്കിൽ ഓർത്തോണം, എൻ്റെ അപ്പൻ നിന്റെ അകത്ത് കയറി. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവിൽ, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവിൽ, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവിൽ. പിതാവേ, ഈ 14ാമത്തെ രാത്രിയിൽ ദൈവം തിരുവെഴുത്തുടെ നടുവിൽ പ്രസ്താവിപ്പാൻ ഈ ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം. പിതാവ്, നിന്റെ അടുക്കലേക്ക് മടങ്ങി വന്ന സകല മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയല്ല, അങ്ങ് തന്നെ അനുഗ്രഹമായി പ്രവേശിച്ചതിനായി സ്തോത്രം. ഇവിടെ സകല വിഷയത്തിന്റെ നടുവിലും ദൈവം നാം മഹത്വപ്പെടുവാനിടയാക്കി നന്ദി കർത്താവേ. ഈ 2016 തീരും മുമ്പ് ക്രിസ്തുവിലുള്ള സമൃദ്ധി ഈ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. അവിടെ പ്രാർത്ഥന കേട്ട നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ച് നന്ദി പറയും. രാത്രി ദൈവനെ മടക്കിക്കൊണ്ടുവന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവം നന്ദി അറിയിക്കും. ദൈവം അനുഗ്രഹിക്കുമാട്ടെ. ആമേൻ. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ രാത്രികാലവും പകൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായി സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, ഒരു മടങ്ങി വരവിൻ്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചു. ഏതിൽ വീണു എന്ന് കണ്ട് ആമേ സ്തോത്രം ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവാത്മ നമ്മോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഇന്ന് രാത്രികാലം ഒരു വലിയ മടങ്ങി വരവിൻ്റെ രാത്രിയായി, ആമേൻ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്ന രാത്രിയായി സ്വർഗം ഇന്ന് രാത്രികാലം തീർത്തല്ലോ. കരങ്ങൾ അധരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാ കരങ്ങളും അധരങ്ങളും ഒരുപോലെ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ രേ ഖബ രാബ ഹംദ ലാബ വൈഡ ലാബ ഊഡാരാബ ശംദാലാബ വൈഡാലാബ ചൂഡാരാബ ദേവാരാബ ഹംദാലാബ വൈഡാലാബ ധീകാരാബ ഉഡാരാബ ശിവരംദ വൈഡദേ പ്രഭാദേ പ്രവട ഉഡബാല റീബദാബ ഹൗഡാലാബ ചൂഡാരാബ വൈഖാല റീബദാബ ഹൗഡാബ ലിബദാബ വൈഡാ ലഗദാല ചൂഡബാല ബൂഡബാല ഊരബരബലബ ശുഡബാല ബൂഡബാല പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഈ രാത്രികാലവും പകൽക്കാലവും ദൈവം നമ്മുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. വ്യക്തമായി ദൈവം സംസാരിച്ചല്ലോ. എന്നേ സ്തോത്രം ഇന്ന് രാത്രികാലം ആമേ സ്തോത്രം നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവം വലിയ ചെയ്തിരിക്കുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ പൈതൽ, ദൈവത്തിൻ്റെ പൈതലേ, പ്രിയ സഹോദര സഹോദരി, നീ ഉപവസിച്ചത് വ്രതമല്ല, നീ പ്രാർത്ഥിച്ചത് വ്രതമല്ല, നീ സ്തോത്രം പറഞ്ഞത് വ്രതമല്ല, നീ കരങ്ങളടിച്ചത് വ്രതമല്ല, നീ ദൈവത്തെ അന്യഭാഷ ആരാധിച്ചത് വ്രതമല്ല. അവൻ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുകയാ. ഇതിലായിരിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ വിലയേറിയദാസൻ ആമേ സ്തോത്രം പാസ്റ്റർ കോശി ഫിലിപ്പും നമ്മോട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആമേ കർത്താവിന്റെ വിലയേറിയദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ ആശീർവാദം പറഞ്ഞ് ഈ രാത്രികാല മീറ്റിംഗ് ഇവിടെ അവസാനിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയും ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഞങ്ങളുടെ മധ്യത്തിൽ വിളമ്പിയതുകൊണ്ട് സ്തോത്രം. ഒരു യഥാസ്ഥാനപ്പെടുവാനുള്ള ആലോചന ഇന്ന് രാത്രിയും തരുമ്പോൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഇന്ന് രാത്രി ഞങ്ങളെ മടക്കി വിളിച്ച ദൈവമേ, നിൻ്റെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, നിശ്ചയമായും സ്തോത്രം, ഈ മടങ്ങി വരവ് ഞങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം വരുത്തുവാൻ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല ഭൗതിക തലങ്ങളെ സന്ദർശിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം. നിരദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ ശക്തമായി ഉപയോഗിച്ചല്ലോ. ഞങ്ങളുടെ യൗവനക്കാർക്ക് അനുഗ്രഹമായി, ഞങ്ങളുടെ വാർദ്ധക്യത്തിലുള്ളവർക്ക് അനുഗ്രഹമായി, ഞങ്ങളുടെ മധ്യവയസ്കർക്ക് അനുകൂലമായി, ദൈവദാസന്മാർ അനുകൂലമായി ഈ ദൂതനെ സ്വർഗം തീർത്ത് വരും ദിവസങ്ങൾ ശക്തിയോടെ കൃപയിൽ സൂക്ഷിക്കപ്പെട്ട് മഹത്വമുള്ള വേല ചെയ്യുവാൻ സ്തോത്രം. സ്വർഗം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കൂടാരങ്ങളിലേക്കും ഇതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പകർച്ച കടന്നു പോകുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി സ്വർഗം കൃപ ചെയ്യും. കർത്താവേ, ആത്മീയ അന്തരീക്ഷം നിലനിർത്തി സൂക്ഷിച്ച ദൈവമേ, തുടർന്നുള്ള ദിവസങ്ങളിലും ആത്മാവിൻ്റെ ശബ്ദം ഞങ്ങളെ ബലപ്പെടുത്തുന്നതും പുതിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നതുമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ശബ്ദം വീണ്ടും ഏറ്റെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അങ്ങയുടെ കരത്തിൽ പ്രാർത്ഥിച്ച് താഴ്ത്തുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ ധന്യമായി അനുഗ്രഹിച്ച് നമ്മെ മടക്കിയെടുത്തതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥനയോടത്തെ എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പൂർണ്ണമായും ഭാഗികമായി ഉപവസിക്കുന്ന എല്ലാ ദൈവജനത്തോടും ഇന്ന് പകലും രാത്രിയും നമ്മുടെ മധ്യത്തിൽ ഐശ്വര്യമായി ദൈവവചനം ഘോഷിച്ച കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഭൂലോകമെങ്ങുള്ള വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.